റിയാദിലും മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. കനത്ത മഴയെ അവഗണിച്ച് നിരവധി വിശ്വാസികളാണ് ഈദ് നമസ്കാരത്തിന് എത്തിയത്. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ കൈവരിച്ച ആത്മീയ ചൈതന്യത്തിൻ്റെ നിറവിലാണ് റിയാദിലെ മലയാളി സമൂഹം ഈദുൽ ഫിത്തർ ആഘോഷിച്ചത്. റിയാദിൽ കാലത്ത് 5:51 പെരുന്നാൾ നമസ്കാരം. പ്രതികൂല കാലാവസ്ഥയിലും രാജ്യതലസ്ഥാനത്തെ വിവിധ പള്ളികളിലും ഈദുഗാഹുകളിലുമായി നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആശംസകൾ നേർന്നും പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ടും വിശ്വാസികൾ ഈദാശംസകൾ കൈമാറി. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം പലരും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുവാനും നാട്ടിലുള്ള ബന്ധുക്കളെ ഫോൺ ചെയ്യുവാനും സമയം ചെലവഴിച്ചു. വില്ലകളും ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ചായിരുന്നു കുടുംബവുമൊത്ത് താമസിക്കുന്നവരുടെ ഈദാഘോഷം. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈദിനെ വരവേൽക്കാനായി വീട്ടമ്മമാർ ഒരുങ്ങിയിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും വീടുകളിൽ ഒത്തുചേർന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മൈലാഞ്ചി അണിഞ്ഞ കൈകളുമായി പെണ്ണുങ്ങൾ മൈലാഞ്ചി പാട്ടുകൾ പാടി ഒപ്പനമുട്ടി. ഒപ്പം ഒപ്പനപ്പാട്ടിൻ്റെ താളത്തിനൊത്ത് ആണുങ്ങളും ചുവടുവെച്ചു. ഗൾഫിലും നാട്ടിലും പെരുന്നാൾ ദിനം ഒത്തുവന്നതിനാൽ ഇരട്ടി മധുരത്തോടെയാണ് പ്രവാസികൾ ഈദുൽ ഫിത്തറിനെ വരവേറ്റത്. ഇത് ആഘോഷത്തിൻ്റെ രാവാണ്. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ചെറിയ പെരുന്നാളിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും റിയാദിലെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് മൈലാഞ്ചി ഇടലും ഒപ്പനയുമൊക്കെയായി ആഘോഷത്തിൻ്റെ തിമിർപ്പിലാണ് ഈ നിമിഷങ്ങൾ. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടിയപ്പോൾ ഞങ്ങളെല്ലാവരും പല പല നാട്ടിലുള്ള ആളുകളാണ്. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ നമുക്ക് നാട്ടിലെ നമ്മളെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ആയിട്ട് ചേർന്ന് കൂടി ആഘോഷിച്ച ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. റിയാദിലെ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്നും വരും ദിവസങ്ങളിലുമായി ഒട്ടേറെ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഒത്തുചേരലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും വലിയ സന്ദേശം പകർന്നുകൊണ്ടാണ് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുക. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.